പീഡിപ്പിക്കില്ലോ. ഹലോ ഫ്രണ്ട്സ്, ഉച്ചയ്ക്ക് നമ്മാന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് യാങ്കോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ടെർമിനലിലാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ അറിയാം, ഞാൻ ആർമിയുടെ ഇതിൽ ചെക്ക് പോയിന്റിൽ പിടിക്കപ്പെട്ടു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായി, ഇൻട്രോഗേഷൻ ഉണ്ടായി, അതൊക്കെ ഉണ്ടായി. അങ്ങനെ ലാൻഡ് ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റൂല എന്നുള്ള ഇതായി. ഫോറിനേഴ്സിന് ലാൻഡ് ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ യാങ്കോണിൽ വരാൻ പറഞ്ഞു. അങ്ങനെ യാങ്കോണിൽ വന്നു. ഫ്ലൈറ്റ് എടുത്ത് ഞാൻ തായ്ലൻഡിലോട്ട് പോവാണ്. അതിനുവേണ്ടി ഞാൻ പാതിരാത്രി വന്നതാണ്. പാതിരാത്രി തൊട്ടേ ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ രാവിലെ 4 മണിയായി. 4 മണിക്ക് ഡിപ്പാർച്ചറിൻ്റെ മുന്നിൽ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. 10:30ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. 10:30ക്ക് നമ്മൾ ബാങ്കോക്ക് വിമാനത്താവളത്തിലോട്ടാണ് പോകുന്നത്, DMK വിമാനത്താവളത്തിൽ. അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. കുറേ ഫ്ലൈറ്റുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് തായ്ലൻഡ് എയർവേസ് രാവിലെ ഫസ്റ്റത്തെ 6 മണിക്ക് പോകുന്നത് ബാങ്കോക്കിലോട്ടാണ്. പിന്നെ നമ്മൾ പോകുന്നത് 10:30ക്ക് പോകുന്ന ATM 360 അതിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പിന്നെ എക്കാസുവിൻ്റെ ചൈന എയർലൈൻസ് തായ്വാൻ്റെ ക്യാപിറ്റൽ സിംഗപ്പൂർ, കോലാലംപൂർ, ഇങ്ങോട്ടൊക്കെ ഡയറക്റ്റ് ഫ്ലൈറ്റുകളുണ്ട് കേട്ടോ. പിന്നെ കുംനിങ് ചൈന, അവിടെ KFC ഓപ്പൺ ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 2 ദിവസമായിട്ട് ഒന്നും കഴിച്ചില്ല. ഇനി കാർഡ് വല്ലതും വെച്ച് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വിക്കി പോ ബാക്ക് കം. അതുകൊണ്ട് ഭയങ്കര വേക്കൻ്റാണ് ഇവിടെ. എക്കാസ് കിടന്ന് ഉറക്കമാണ് കേട്ടോ ഫുള്ള്. നമ്മളിവിടെ തൽക്കാലം വിശന്നുകൊണ്ട് KFC വാങ്ങിച്ചു. വേറെ ഒന്നും ഇവിടെ കഴിക്കാനല്ല. അതുകൊണ്ട് ഈ കാണുന്നത് KFC. അപ്പുറത്തൊരു ഗ്രോസറി സ്റ്റോർ ഉണ്ടായിരുന്നു. ഗ്രോസറി പോയപ്പം ഈ ഒരു കോക്കിന് മാത്രം ഇതിൻ്റെ ഫുഡിൻ്റെ കൊടുക്കേണ്ടി വരും. നല്ലതുപോലെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഇനി നമ്മൾ ചെക്കിങ് കൗണ്ടറിൽ നിൽക്കുവാണ് കേട്ടോ. ചെക്കിങ് കൗണ്ടറിൽ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ഇതാണ്. വെരി ഷുവർ റിട്ടേൺ ടിക്കറ്റ്. ഇനി ഫ്ലൈറ്റിലുള്ള വേറെ ഉഗ്ലാമാലാണ്. റിട്ടേൺ ടിക്കറ്റ് ചോദിക്കും. തിരിച്ച് നമ്മളിപ്പോൾ പോകുന്ന തായ്ലൻഡിൽ നിന്ന് വേറൊരു രാജ്യത്തോട്ട് പോകുന്ന തേർഡ് കൺട്രിയിലോട്ട് പോകുന്ന ഒരു ഓൺവേർഡ് ടിക്കറ്റ് ചോദിക്കും. അത് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ എന്താണെന്ന് അറിയില്ല. എന്നാൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ ഒരു ഫേക്ക് ടിക്കറ്റ്, അത് ഫേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻറ്റിൻ്റെ $10 അകത്തൊക്കെ ആവും ഒരു ഫേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി. ഇവിടെ ധാരാളം കുറേ പേരുണ്ട് കേട്ടോ ഇവിടെ. King 9 and this is your seat, and then baggage too. Thank you so much. And then 1 baggage. Thank you. Enjoy your flight. മ്യാൻമാറിൽ വരുമ്പോഴും പോകുമ്പോഴും ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിപ്പാർച്ചർ കാർഡ്, അറൈവൽ കാർഡും ഉണ്ടായിരുന്നു. എക്കാസു ഫൈനലി നമുക്ക് റിട്ടേൺ ടിക്കറ്റ് ഒന്നും വേണ്ടായിരുന്നു. കണ്ടില്ലേ, നമ്മൾ അങ്ങനെ പോവാണ്. നമ്മളങ്ങനെ മദ്യക്കുപ്പികൾ നിരത്തി വെച്ചിരിക്കുന്ന ഡ്യൂട്ടി ഫ്രീ സൂപ്പർ മാർക്കറ്റിൻ്റെ ഇടയിലൂടെ നമ്മളിനിയിപ്പോൾ നമ്മുടെ ബോർഡിംഗ് ഭാഗത്തോട്ട്, ബോർഡിംഗ് ഗേറ്റിലോട്ട് പോവുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ കാർപ്പറ്റ് അന്ന് വന്നപ്പോഴേ ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി കാർപ്പറ്റാണ് കേട്ടോ ഇവിടെ വിരിച്ചിരിക്കുന്നത്. ആളുകളൊന്നുമില്ല, വളരെ ശാന്തമാണ്. ആകെ ഫ്ലൈറ്റ് ഉള്ളതെന്ന് പറയുമ്പോൾ ഒന്ന് ബാങ്കോക്കിലോട്ട്, ഒന്ന് സിംഗപ്പൂരിലോട്ട്, തായ്വാനിൽ 1-2 ഉണ്ട്, പിന്നെ മലേഷ്യയിലോട്ട് കുറച്ചുണ്ട്, ചൈനയിലേതോ, പിന്നെ അല്ലാതെ ഞാൻ ഇന്ത്യയിലോട്ടുണ്ട്. ഫസ്റ്റ് ദിവസം നമ്മൾ ലാൻഡ് ചെയ്തപ്പോ ഈ പപ്പറ്റ് ഭൂതം ഡെവിൽ പപ്പറ്റ് ഇതായിരുന്നു നമ്മളെ റൂമിൽ തലയുടെ മുകളിൽ കെട്ടിയിരുന്ന ഈ പപ്പറ്റിനെയാണ് കേട്ടോ. സുവനീർ ഷോപ്പാണ്, നല്ല രസമുണ്ട്. നൈസ്, നല്ല അടിപൊളി കൊട കേട്ടോ. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുകയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് ഞാൻ 3 ഭാഗ്യശാലികളായിട്ടുള്ള കസ്റ്റമറിന് കുറച്ച് അധിക പ്രൈസിന് ഞാൻ ഈ സാധനങ്ങൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്ത കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. മ്യാൻമറിൻ്റെ ഒരു ട്രഡീഷണൽ ബോക്സായിട്ട് ഞാൻ 3 പേർക്കാണ് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആക്ച്വലി 10:30ക്ക് നമുക്ക് ഡിപ്പാർട്ട് ചെയ്യേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു. അത് ആക്ച്വലി ബോർഡിങ് തന്നെ തുടങ്ങിയത് 11 മണിക്കാണ് കേട്ടോ. 10:30ക്ക് തന്നെ 10 മണിക്ക് നമുക്ക് ബോർഡിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. ബട്ട് ലേറ്റായി, എന്തോ ഫ്ലൈറ്റിൻ്റെ സാഹചര്യങ്ങൾ തകരാറെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമ്മുടെ കളികൾ തായ്ലൻഡിലാണ്. അവിടെ ഒരു മലേഷ്യൻ എയർലൈൻ കിടക്കുന്നുണ്ടോ. മലേഷ്യൻ എയർലൈനിൽ നല്ല രസമുണ്ട് കേട്ടോ. ഫ്ലാഗ് കാണാൻ നല്ല അടിപൊളി ഭംഗിയുണ്ട്. തായ്ലൻഡ് ഇനിയിപ്പോൾ മിംഗ്ലാമ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. എക്കാസോ ഇൻ തായ് ഹൗ യു സേ? സവദിക.
നമ്മളിത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ നമ്മുടെ ഈ മായിൽ തന്നെ കയറുന്നത്. കഴിഞ്ഞ ഫ്ലൈറ്റിൽ നല്ല സ്ഥലമുണ്ടായിരുന്നു, പക്ഷെ ഇതിപ്പോ കാല് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ബാഗ് വെക്കാൻ പോലും സ്ഥലമില്ല, അവിടെ മുഴുവൻ തിരക്ക്. ലാസ്റ്റ് ടൈം വാസ് സോ നൈസ് റൈറ്റ്. കൊൽക്കത്തയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന അടിപൊളിയായിരുന്നു. ബട്ട് ഈ ഒരു ഫ്ലൈറ്റിൽ സ്ഥലം പോലും ഇല്ല, മറ്റേ നെരുങ്ങിക്കൂടിയാണ് കേട്ടോ ഇരിക്കുന്നത്, ഒറ്റ സ്ഥലവും ഇല്ല. ഭയങ്കര ഭയങ്കര നെരുക്ക് കേട്ടോ. എന്ത് പറയുന്നു, ഞാൻ വിചാരിച്ചു നല്ല ഭക്ഷണമെങ്കിലും ഉണ്ടോന്ന് കേട്ടോ. ഫുഡ് ഇസ് ദേർ. എനിക്ക് നല്ല വിശപ്പുണ്ട്, ഭക്ഷണം ഇല്ലെങ്കിൽ ഞാൻ പേയും കേട്ടോ. രാവിലെ KFC കഴിച്ചതാണ്. അങ്ങനെ ഏതാണ്ട് ഇവിടെ മഴയും തുടങ്ങിയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു, പക്ഷെ ആകെ കിട്ടിയത് നമുക്ക് ഒരു സാൻഡ്വിച്ചും ഒരു സ്വീറ്റ്സും ആണ് കേട്ടോ. സോ ഹംഗ്രി. കൊൽക്കത്തയിൽ നിന്ന് വന്നപ്പോൾ നല്ല ആഹാരം ഉണ്ടായിരുന്നു. നമ്മുടെ വിമാനം ഇപ്പം അതിമനോഹരമായിട്ടുള്ള പാടങ്ങളുടെ മുകളിലൂടെയാണ് കേട്ടോ സഞ്ചരിക്കുന്നത്. നമ്മൾ തായ്ലൻഡിൻ്റെ ഉൾഭാഗത്ത് കയറിയിട്ടുണ്ട്. ഇത് തായ്ലൻഡിൻ്റെ എന്താ പറയുക ഗ്രാമീണ പ്രദേശങ്ങളാണ്. ബാങ്കോക്ക് നഗരത്തിന് തൊട്ട് മുകളിലൂടെയാണ് പറക്കുന്നത്. അവിടെ 6 വരി പാതയൊക്കെ നമ്മുടെ മുന്നിൽ കാണാവുന്നതാണ്. ഈ കാണുന്ന സംഭവം എന്താണെന്ന് കണ്ടിട്ട് ഒരു പിടിയില്ല. ഇവിടുത്തെ എന്തോ ആണ് കേട്ടോ, എന്തോ വലിയൊരു സംഭവമാണ്. കണ്ടിട്ടൊരു സ്റ്റേഡിയം എന്തോ പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ ആ കാണുന്നത് ടെമ്പിളാണോ, ആ കാണുന്നത് ടെമ്പിളോ എന്തോ ഒരു സംഭവമാണ്. ഫൈനലി വെൽക്കം ടു എല്ലാവരും എന്നെ തന്നെ നോക്കുന്നു. DMK ഡോൺ മുഗർണി എയർപോർട്ട്. അറിയില്ല DMKയുടെ ഫുൾ ഫോം ഡോൺ മുഗർണി അങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ തായ്ലൻഡിൽ എത്തിയിട്ടുണ്ട്. തായ്ലൻഡിൽ എൻ്റെ ആദ്യത്തെ സമയമാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ മ്യാൻമർ ഒഴിച്ചാൽ തായ്ലൻഡിൽ എൻ്റെ ആദ്യത്തെ സമയമാണ്. ഒക്കെ അങ്ങ് നടന്നു പോവാണ്. വിസ ഓൺ അറൈവൽ. എനിക്ക് വിസ ഓൺ അറൈവലാണ്. എനിക്ക് ആക്ച്വലി എനിക്ക് വിസ ഫ്രീ ആണ്. ഇന്ത്യക്കാർക്ക് 2024 നവംബർ എത്രാം തീയതി ഒരു വിസ ഫ്രീ ആണ്. ആക്ച്വലി ഈ മാസം കഴിഞ്ഞ മാസം വരെ ആയിരുന്നു, വീണ്ടും അത് അവർ എക്സ്റ്റെൻഡ് ചെയ്തു. എക്കാന് വിസ ഓൺ അറൈവലാണ് വിത്ത് ഫീ. എത്രയാ 2200 ബാത്തെന്ന് തോന്നുന്നു. 2240 ബാത്തെന്ന് പറയുമ്പോൾ $40-50 അകത്ത് വരും. വിസ ഓൺ അറൈവൽ ബൾഗേറിയ, ഭൂട്ടാൻ, സിപ്രസ്, എത്യോപ്യ, ഫിജി, ജോർജിയ, മാൾട്ട. Where is your country? I think I'm visa free access. എക്കാസുവിൻ്റെ കൺട്രി ഇല്ലല്ലോ. എക്കാസുവിനും ഭാഗ്യമുണ്ട്. എക്കാസുവിനും വിസ ഓൺ അറൈവൽ അല്ല, എക്കാസുവിനും വിസ ഫ്രീ ആണ്. ഞാനൊരു ഫാർമറിനെ പോലെ അല്ലേ, കുഴപ്പമില്ല. ഞാൻ കണ്ടിട്ട് ഒരു ഫാർമറിനെ പോലെ ഉണ്ട് കേട്ടോ. തൊപ്പി ഇതൊക്കെ വെച്ചിട്ട് കർഷകൻ ഇതും തൂക്കിക്കൊണ്ട് പോകുന്ന ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. അയ്യോ, എക്സ്ചേഞ്ച് റേറ്റ് 34 കേട്ടോ. ഇവിടെ വരുമ്പോൾ തന്നെ എക്സ്ചേഞ്ച് ഉണ്ട്. പിന്നെ ബാങ്കിൻ്റെ ഉണ്ട്, അതും ഓൾമോസ്റ്റ് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ എല്ലാം. പിന്നെ വേറെ എക്സ്ചേഞ്ച് ഉണ്ട്, എല്ലാം സെയിം റേറ്റ് ആണ്. പക്ഷെ എനിക്കൊന്ന് പുറത്തുനിന്നാണ് നല്ലത്. എൻ്റെ അമ്മോ എന്തുമാത്രം തിരക്കാണ് കേട്ടോ ഇമിഗ്രേഷനിൽ, ഭയങ്കര തിരക്കാണിതാ. തായ്ലൻഡ് എമിഗ്രേഷൻ കഴിഞ്ഞു. ഇവിടെ ആരുടെയോ ഫോട്ടോ കേട്ടോ. ഇത് ഇവിടുത്തെ ഭരണാധികാരിയോ ആരുടെയോ രാജ്ഞിയോ ആരോ ആണ്, എനിക്കറിയില്ല. ഭയങ്കര സിമ്പിൾ ആൻഡ് സ്മൂത്ത് ആയിരുന്നു. ആക്ച്വലി തായ്ലാൻഡിൽ വന്നു, ഈ ഒരു എയർപോർട്ടിൽ വന്നപ്പോൾ ഞാൻ പാൻറ്റൊക്കെ തൽക്കാലം മാറ്റി. കാരണം ഞാൻ ഒരു കർഷകനെ പോലെ തോന്നിക്കുന്നു. എല്ലാവരും ഭയങ്കര വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഇവിടുത്തെ വാഷ്റൂം എല്ലാം. കാരണം തായ്ലൻഡ് വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. തായ്ലാൻഡ് ഭയങ്കര ടൂറിസ്റ്റിക് സിറ്റിയാണ്, മാത്രമല്ല ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു രാജ്യം കൂടിയാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഭയങ്കര ഒരു ക്ലാസിക് എന്താ പറയുക രാജ്യമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുന്നത് കണ്ടില്ലേ, ഇവിടെ കുറച്ച് വെള്ളം കുടിക്കാനും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഡിഡ് യു ഫിൽ ദ വാട്ടർ?
നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട്. ഇനി നൗ വി ഹാവ് ടു എക്സ്ചേഞ്ച് ദ കറൻസി എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഹൗസ് സർഫിംഗ് വഴി പരിചയപ്പെട്ട ഒരു ലോക്കൽ പുള്ളിയുടെ വീട്ടിലാണ് ഇന്ന് താമസിക്കാൻ വേണ്ടി പോകുന്നത്. യെസ്, അങ്ങനെ നമ്മൾ പുറത്തോട്ട് എത്തിയിരിക്കുകയാണ്. പുറത്തൊരു വലിയൊരു ടെർമിനൽ, ഇവിടെയും നമുക്ക് ടാക്സി സർവീസ്, ബാങ്ക്, ATM, മണി എക്സ്ചേഞ്ച്, സിം കാർഡ് എല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ കറൻസിയും കൂടെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതെ, തൽക്കാലം $20 മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്യണുള്ളൂ. അവർ 1630, 1650 രൂപയുടെ അകത്ത്. ഇതാണ് കേട്ടോ റേറ്റ്. ഒരു US ഡോളറിന് 34.46 തായ് ബാത്ത് കിട്ടും. വാങ്ങാനാണെങ്കിൽ ഏകദേശം 37 രൂപ കൊടുക്കണം. ഇതാണ് നമ്മുടെ തായ്ലാൻഡ് കറൻസി. ഇവിടെ വന്നിട്ട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. A2, A3, A4 അങ്ങനെ പലതരത്തിലുള്ള ബസ് സംവിധാനമാണ് ഇതാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ മെട്രോ കണക്ഷൻ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. വിചാരിച്ച പോലെ അല്ല, തായ്ലാൻഡ് കുറച്ച് എക്സ്പെൻസീവാണ്. 50 ബാത്താണ് കേട്ടോ ഈ ഒരു ബസ്സിന് തന്നെ. എനിക്ക് തോന്നുന്നു അരമണിക്കൂർ 3/4 മണിക്കൂർ ബസ്സായിരിക്കും. 50 ബാത്ത് എന്ന് പറയുമ്പോൾ $1.5, അതായത് 120 രൂപ അടുപ്പിച്ചായി. ട്രാൻസ്പോർട്ട് സിസ്റ്റം ഭയങ്കര എക്സ്പെൻസീവാണ് വിചാരിച്ചതും കാട്ടി. മണിക്കൂറുകളോളം നിന്നിട്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു A3 ബസ് വന്നിട്ടുള്ളത്. ബോർഡെല്ലാം തായ്ലാൻഡ് ഭാഷയിൽ തന്നെയാണ്, തായ്ലി തന്നെയാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. ആക്ച്വലി ബസ്സിൻ്റെ ടിക്കറ്റ് കീറുന്ന ഒരു രീതിയുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു റൗണ്ട് പോലത്തെ ഒരു സാധനത്തിൽ ഇങ്ങനെ കീറി നല്ല രസമുണ്ട് കേട്ടോ അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. നമ്മളപ്പോൾ എയർപോർട്ടിൻ്റെ പുറത്തോട്ട് പോവുകയാണ്. അതാ മ്യാൻമർ വിചാരിച്ചതുപോലെ അല്ല, അത്യാവശ്യം നല്ല എന്താ പറയുക ഒരു ഡെവലപ്ഡ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ധാരാളം ടൂറിസ്റ്റുകളുണ്ട്, സ്പെഷ്യലി വെസ്റ്റേൺ ടൂറിസ്റ്റുകൾ. മ്യാൻമർ എന്ന് പറയുമ്പോൾ മ്യാൻമർ അല്ല, ബാങ്കോക്ക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തായ്ലൻഡിലെ പല സിറ്റികളും ഭയങ്കര വലിയൊരു ടൂറിസ്റ്റിക് ഡെസ്റ്റിനേഷനാണ്. സ്പെഷ്യലി ബാക്ക് പാക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ യൂറോപ്യൻസിൻ്റെ ഒരു എന്താ പറയാൻ ഒരു ബീച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടിയാണ്. അങ്ങനെ നമ്മൾ സ്ട്രീറ്റിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ തായ്ലൻഡിലെ ബാങ്കോക്ക് നഗരത്തിൽ ഇറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ഈ കാണുന്നത് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയൊരു ഹോട്ടൽ ശൃംഖലയാണ് ഗ്രാൻഡ് ഹയാത്ത്. എന്ത് അടിപൊളി ബിൽഡിംഗ് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ മെട്രോയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് മെട്രോ കയറിയിട്ട് വേറൊരു സ്ഥലത്ത് പോവുകയാണ്. ഹൗസിൻ്റെ അവിടെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെയും പലയിടത്തും ഇതുപോലെ എന്താ പറയുക ആളുകൾ ഭിക്ഷ യാചിക്കാൻ വേണ്ടി പലയിടത്തും ഇരിക്കുന്നത് ഞാൻ കാണാൻ സാധിച്ചു. ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റാണ്, അതാണ് വേറൊരു കാര്യം. എല്ലായിടത്തും നല്ല ക്ലീനായിട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ പോകുന്നത് ഷില്ലോങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതായത് ലോകത്തിലുള്ള എല്ലാ ബുദ്ധ ആൾക്കാരും ഇവിടെ വന്നിട്ട് എവറി പീപ്പിൾ അറൗണ്ട് ദ വേൾഡ് ദേ കം. ഈ ഒരു സ്ഥലത്ത് വിച്ച് ഗോഡ് ഈസ് ദേർ? 4 എന്തോ സൈഡ് ഗോഡുണ്ട് ഇവിടെ. ലോകത്തിൻ്റെ ഉള്ള പല ആളുകളും ഇവിടെ വന്നിട്ട് അവരുടെ ആഗ്രഹങ്ങൾ ഈ ഗോഡിൻ്റെ അടുത്ത് നിന്ന് പറയും. അതായത് അവരുടെ പേര്, അവരുടെ ഫസ്റ്റ് ദേ സേ देयर നെയിം, പേര്, നിങ്ങൾ എവിടെ നിന്നാണ്, അങ്ങനത്തെ ഓർഡറിൽ പറഞ്ഞ് ഈ ഗോഡിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് വിഷ്, കല്യാണം കഴിക്കണോ അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിയെ കിട്ടണോ, ഈ ഒരു കരിയർ കിട്ടണോ, അത് അവർ പ്രാർത്ഥിക്കും. എന്നിട്ട് അവർ പോവും. എന്നിട്ട് അത് നടന്നിട്ട് തിരിച്ച് വീണ്ടും ഇവിടെ വരണം. ആ വിഷ് അവർക്ക് നടന്നാൽ തിരിച്ച് വീണ്ടും ഇവിടെ വന്നിട്ട് എന്താ പറയുക അവർ വരം കിട്ടിയതിന് വേണ്ടി എന്താ പറയുക ആക്കണം. അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ അവരുടെ ആ വിഷ് വീണ്ടും താഴോട്ട് പോകും. ഇവിടെ എന്തോ അതിൻ്റെ കച്ചവടം. വാട്ട് ഈസ് ദിസ്? ഓ, പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓ, ഇങ്ങനെയുള്ളൊരു ഹോൾ സെറ്റ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോകണം കേട്ടോ. ആർത്തി പോലെ കണ്ടില്ലേ, പ്രാർത്ഥിക്കാൻ വേണ്ടി. ഓ, ഇതാണ് കേട്ടോ. ഇവിടെ ആളുകൾ പോയിട്ട് പ്രാർത്ഥിക്കാനും സംഭവങ്ങളൊക്കെയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ബോംബിംഗ് ഒക്കെ നടന്ന് എക്സ്പ്ലോഡ് ആയിട്ടുണ്ട്. ഇതാ അവിടെ ഓരോ ആളുകളും പോയി പ്രാർത്ഥിക്കുന്നതാണ്. ഇതാ എന്നിട്ട് ആ ഇതിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ പോയി പ്രാർത്ഥിക്കുന്നത് കേട്ടോ.
ഇവിടെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഇതാ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, അത്രയ്ക്ക് കൂട്ടം ആൾക്കാരാണ്. ഭയങ്കര ഡിവോഷണൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതിപ്പം ആ ഒരു ബോംബിങ്ങിന് ശേഷമൊക്കെയാണ് ഇവിടെ പുതുക്കി പണിഞ്ഞത്. You want to 2 years ago there was bombing. Few years ago. Like exploded. Okay. Did you ever come to this place for wishing? I didn't finish the process. So what you wish for last time when you came? No, I didn't wish anything last time. I just came here to see the process because I was not that religious. What about your parents? Did they come? No. But they wanted to come? Yeah, if they come here, they So almost every Buddhist in the world, they one time they wish to come here. because the wish usually easily to control, but you have to come back to pay back. That is the good thing. ഓക്കെ, അപ്പോൾ ലോകത്തിലെ എല്ലാ ഒരു ബുദ്ധമതസ്ഥരും ഇവിടെ വരാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, വേണമെങ്കിൽ മക്ക ഓഫ് മുസ്ലിംസ് എന്ന് പറയാൻ കഴിയുമെന്നോ എനിക്കറിയില്ല. ബുദ്ധമതക്കാർ ധാരാളം ഉണ്ട്. പിന്നെ ആ കാണുന്നതാണ് നമ്മുടെ കോഡ്. ദാറ്റ്സ് എ 4-9 കോഡ്, റൈറ്റ്? 4 സൈഡ് കോഡ്. നാല് വശങ്ങളുള്ള കോഡാണ് കേട്ടോ അവിടെ നമുക്ക് കാണാനും സാധിക്കുന്നത്. ഈ ഒരു പൂവിൻ്റെ ഇതിന് തന്നെ 600 കേട്ടോ, അതായത് 1600, 1300, 1400 രൂപയ്ക്കാണ്. ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ ഇവിടുത്തെ മ്യാൻമറിന് നമ്മുടെ തായ്ലൻഡിലുള്ള മെട്രോ കൂടെ പരിശോധിക്കാൻ പോവാണ്. മെട്രോ 2 സ്റ്റോപ്പ് പോകുന്നതിന്, അതായത് 3 സ്റ്റോപ്പ് 7 മിനിറ്റുള്ള മെട്രോയ്ക്ക് പോകുന്നതിന് 45 രൂപ കേട്ടോ. ഭയങ്കര എക്സ്പെൻസീവാണ് നമ്മുടെ നാട് വെച്ച്, പല രാജ്യങ്ങൾ വെച്ച്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ എനിക്ക് തോന്നുന്നു തായ്ലൻഡാണ് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. നമ്മളൊരു മെട്രോ കാർഡ് എടുത്തു. യെസ്, നമ്മുടെ പ്ലാറ്റ്ഫോം ഏതാണെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. 2 പ്ലാറ്റ്ഫോം ഉണ്ട്, എന്തെങ്കിലും ഇങ്ങോട്ട് ഒന്നെങ്കിൽ അങ്ങോട്ട്. യെസ്, ഫൈനലി നമ്മൾ മെട്രോയുടെ അകത്ത് കയറിയിട്ടുണ്ട്. എൻ്റെ അമ്മ വിചാരിച്ചതിലേക്കാട്ടി കൂടുതൽ ആളുകളാണല്ലോ ഇവിടെ. ഇതിൽ തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഈവൻ നമ്മുടെ നെയിൽ പോളിഷിങ് ഒരു ബ്യൂട്ടി പാർലർ പോലും ഞാനിവിടെ കണ്ടായിരുന്നു കേട്ടോ. നമ്മളിനി എക്സിറ്റിലോട്ട് ഇറങ്ങുവാണ്. ഇതിൻ്റെ അകത്ത് എന്താ, ഇത് സ്പായ എന്തോ ആണ് കേട്ടോ, ബ്യൂട്ടി പാർലറോ അങ്ങനെ എന്തോ സംഭവമാണ്, കണ്ടില്ലേ? അപ്പോൾ നമ്മളിനി എക്സിറ്റ് ചെയ്ത് തുടങ്ങട്ടെ. ഞാൻ തായ്ലൻഡിൽ വന്നിട്ട് സത്യത്തിൽ വിജൃംഭിച്ചിരിക്കുകയാണ്. തായ്ലൻഡിൻ്റെ ആ ഒരു ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര ക്ലീൻനെസ്. തായ്ലൻഡിലെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ഭയങ്കര സംഭവം ഞാൻ കണ്ടത്, ബാങ്കോക്കിൽ ഇതാണ്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടോ? റിയലി ബാഡ്. ഒക്കെ മുമ്പും വന്നിട്ടുണ്ട്. 1 മണിക്കൂറൊക്കെ ട്രാഫിക്കായി കിടക്കുന്ന സമയമുണ്ട്, കണ്ടില്ലേ? എൻ്റെ അമ്മോ, എന്ത് ബ്ലോക്കായിട്ടോ. അങ്ങറ്റം വരെ വണ്ടി കിടക്കുവാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നടന്നു പോകുന്നതാണ് ബാങ്കോക്കിൽ വേറൊരു ഇത്. അല്ലെങ്കിൽ വല്ല സൈക്കിൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. ഇവിടെ വഴിയോരങ്ങളിൽ സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ വിൽക്കുന്നത്. പിന്നെ ഈ കാണുന്നത് എന്താ, ഇതെനിക്ക് തോന്നുന്നു ദിസ് ലുക്സ് ലൈക്ക് ഷെയർ ടാക്സിയോ. ഇത് കണ്ടിട്ട് ഷെയർ ടാക്സി എന്ന് തോന്നുന്നു ഈ കാണുന്ന വണ്ടി. ഷെയർ ടാക്സിയാണ് കേട്ടോ. ഇവിടെ നല്ല മാങ്ങോ സംഭവങ്ങൾ ഫ്രൂട്ട്സൊക്കെയാണ് കേട്ടോ ഇവിടെ. നമ്മുടെ നാട്ടിൽ അപ്പം പോലെ എന്തോ ഒരു സാധനം ഉണ്ടാക്കുവാണ്. ഇതെന്ത് സാധനമെന്ന് മനസ്സിലാവുന്നില്ല. സോസേജ് അപ്പത്തിൽ വെച്ചാകുന്ന ഒരു സാധനം പോലുള്ള ഇതാണ്. കേട്ടോ സ്നാക്ക് പോലത്തെ സംഭവം. അതിനകത്ത് ക്രീം വെച്ചിട്ടുള്ളത്, കുറേ ചിക്കൻ വെച്ചിട്ടുള്ളത്, കുറേ ഐറ്റം ഉണ്ട്. കൊള്ളാം. അടിപൊളി കേട്ടോ, ഭയങ്കര ക്രഞ്ച് ചെയ്തു, ഭയങ്കര അടിപൊളി. ഇവിടെ വരുന്ന വഴിയിൽ ലോട്ടറിയാണ് കേട്ടോ. 5 ബാത്തിന്, 200 ബാത്തിന്, 12 ബാത്തിന് ലോട്ടറിയാണ് കേട്ടോ. ഇത് അടിച്ചാൽ എത്ര കിട്ടുമെന്നോ അറിയൂടാ. ഇത് ബാത്തിൻ്റെ പൈസയാണോ? അടിച്ചാൽ എത്ര കിട്ടുമെന്ന് അറിയൂടാ. കറക്റ്റ് ലോട്ടറി കാണാൻ പറ്റി. താങ്ക് യു. നമ്മൾ കറക്റ്റ് ഒരു ലോക്കൽ നൈബർഹുഡിലോ ഭാഗത്തോട്ടാണ് കേട്ടോ പോകുന്നത്. ഏതൊക്കെ ചെറിയ ഇടവഴികളൊക്കെ കയറി പോവാണ്. എല്ലാവർക്കും ഇതുപോലത്തെ ഉള്ള ചെറിയ സ്കൂട്ടറുകളും ഉണ്ട്. അടിപൊളി വഴി കേട്ടോ. എല്ലായിടത്തും നല്ല വൃത്തിയുണ്ട്. അതാണ് എന്നെ ഏറ്റവും ആകർഷിച്ച സംഭവം. കണ്ടില്ലേ, എല്ലായിടത്തും സസ്യങ്ങളൊക്കെ വെച്ച് എന്ത് മനോഹരമാക്കിയിരിക്കുക. ഇതുപോലെ ഓടേണ്ടി വരും കേട്ടോ. ചെറിയ ഗല്ലിയായതുകൊണ്ട്
സൈഡൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നടന്ന് എവിടെയോ എത്തി ഒരു വലിയ സ്ട്രീറ്റിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മെർലിൻ ടവർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ടവറിലോട്ടാണ് വന്നത്. ഇവിടെയും സ്ട്രീറ്റ് ഫുഡുകളുണ്ട് അത്യാവശ്യം. എല്ലായിടത്തും നല്ല സ്ട്രീറ്റ് ഫുഡുകളാണ്. പക്ഷേ സ്ട്രീറ്റ് ഫുഡിന് തന്നെ അത്യാവശ്യം പൈസ ഉണ്ട് എന്നതാണ് വേറൊരു കാര്യം. Mahin. Thank you so much. How you know Namaskaram? How you know? I saw it on YouTube or something. Oh, okay. Nice. Namaskaram. Sugamana, man. Ayyo, I forgot the Samatikao. അവസാനം ഞാനിതാട്ടെ ഇപ്പോഴാണ് കേട്ടോ ഒന്ന് കുളിച്ച് ഒന്ന് റെഡിയായിട്ട് ഇറങ്ങിയത്. ഞാൻ ചെയ്യുന്ന വീട്ടിന്റെ പുറത്തുനിന്നുള്ള ഒരു കാഴ്ച കാണിച്ചു തരാം. മനോഹരമായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. എൻ്റെ അമ്മ ഇവിടെ താണ്ടെ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് വന്ന് കണ്ട് ഞെട്ടിയത്. കണ്ടില്ലേ, ഇതാണ് കേട്ടോ. എന്ത് രസമല്ലേ. അവിടെ താണ്ടെ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. ഇവിടെ താണ്ടെ ചെറിയ കുനുകുന ഉള്ള വീടുകളും സംഭവങ്ങളൊക്കെ കാണാം. ഈ വഴിയൊക്കെയാണ് കേട്ടോ നമ്മൾ നടന്ന് വന്നത്. ആ ഗലി കൂടെ അവിടേക്ക് എന്തോ സംഭവമൊക്കെ ഉണ്ട്. അവിടെ വീടുകളാണ് കേട്ടോ. കണ്ടില്ലേ, അടിപൊളി കേട്ടോ. ഇവിടെ നിന്ന് നല്ല കാഴ്ച ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സൺസെറ്റ്. ഏറ്റവും റൂഫ് ടോപ്പിന്റെ മുകളിൽ പോയാലും അടിപൊളിയായിട്ട് സൺസെറ്റ് കാണാൻ കഴിയും. നമ്മൾ മുകളിൽ റൂഫ് ടോപ്പിൽ എൻ്റെ അമ്മോ നമ്മൾ സൂര്യാസ്തമയം കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഒറ്റ സൈഡ് മാത്രമേ കാണിച്ചു തന്നുള്ളൂ. രണ്ടാമത്തെ സൈഡ് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെയാണ് രണ്ടാമത്തെ ഭാഗം. എന്ത് രസമല്ലേ കാണാൻ. എൻ്റെ അമ്മോ, ഇവിടെ നിന്ന് അതാണ്ട് ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ഫുൾ ഇങ്ങനെ സ്കൈ സ്ക്രാപ്പേഴ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. ഇനി താണ്ടെ അവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട പുറകിൽ നിന്നുള്ള വ്യൂ. മഹാനഖോൻ. മഹാനഖോൻ എന്ന് പറഞ്ഞാൽ തായ്ലൻഡിലെ ഏറ്റവും വലിയ ഉയരമുള്ള കെട്ടിടം. Also have like a glass floor on the top floor. You see? And people from that building on the top floor they can see us. Maybe ആ ബിൽഡിങ്ങിൽ പോയാൽ നമുക്കെല്ലാം കാണാൻ സാധിക്കും കേട്ടോ. കണ്ടില്ലേ, അടിപൊളി കേട്ടോ. സൂര്യൻ ഓൾമോസ്റ്റ് സൺസെറ്റ് ആയി. അതുകൊണ്ട് സൈക്കിൾ കളക്ഷൻ ആണ്. 4 സൈക്കിൾ ഉണ്ട് കേട്ടോ പുള്ളിക്കാരന്. എൻ്റെ അമ്മോ, പുള്ളിക്കാരന് സൈക്കിൾ കച്ചവടമാണെന്നോ 4 സൈക്കിളുണ്ട്. അങ്ങനെ നമ്മൾ സൈക്കിളും കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്കാസു ഇടിച്ച് വീഴലും. ഡോൺ. നല്ല രസമുണ്ട് കേട്ടോ. ബാങ്കോക്ക് പകൽ സമയത്ത് കുറച്ച് ചൂടാണ്. ബട്ട് ഇപ്പം നല്ല കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ ചൂട് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. സൈക്കിൾ ഉള്ളതുകൊണ്ട് രസമുണ്ട് കേട്ടോ. നമ്മൾ ഭക്ഷണം തേടിയാണ് നമ്മളെ സ്ട്രീറ്റുകൾ തോറും നടക്കുന്നത്. ഒരു ഫുഡ് സ്ട്രീറ്റ് എത്തിയ പോലെ ഒരു മണവും കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ഫുഡ് സ്ട്രീറ്റുകളുടെ കുറേ തട്ട് കടകളാണ് കേട്ടോ നമുക്കിവിടെ 2 സ്ഥലത്തും. കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഏരിയ അല്ല. ഇവിടുത്തെ തായ്ലാൻഡിൻ്റെ ബാങ്കോക്കിൻ്റെ എന്താ പറയുക തനതായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഏരിയാസ് തന്നെയാണ്. അല്ലാതെ ടൂറിസ്റ്റിക് ഏരിയകളല്ല അല്ലേ. സൈക്കിൾ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ലോക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ. Are you sure no one will take? Bro, are you sure no one will take? Later, throw your bike on. പുള്ളി പറഞ്ഞു ഒരിക്കലും പുള്ളി ലോക്ക് ചെയ്യാറില്ലെന്നാണ് പറഞ്ഞത്. സേഫ് ആണെന്നാണ് കേട്ടോ പറയുന്നത്. പുള്ളി നേറ്റീവ് ഇവിടുത്തെ ആള് തന്നെയാണ്. എന്തായാലും നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാം ആരെങ്കിലും എടുത്തോ ഇല്ലേന്ന്. ഇവിടെ സമൂസയൊക്കെ വിൽക്കുന്നുണ്ടല്ലോ. സമൂസ ഇവിടെ വഴിയിൽ നമുക്ക്. ഹലോ, ലോക്കൽ ബാറാണ് കേട്ടോ. ലോക്കൽ സ്ട്രീറ്റ് ബാർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ഗ്ലാസ്സിന് 50 രൂപ അടുപ്പിച്ചാണ്. 20 ബാത്താണ്. കണ്ടില്ലേ, ഇത് ആളുകൾ വന്ന് കുടിക്കും. വോഡ്കയും എന്തൊക്കെയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അത് ആളുകൾ ഒഴിക്കുന്നുണ്ടോ.
ഇതാണ് കേട്ടോ. ഓ ഇത് റമ്മാണ് കേട്ടോ. റമ്മും അതിൻ്റെ കൂടെ കുറച്ച് ഹെർബലും പിന്നെ മാങ്ങ. ഇതാണ് കേട്ടോ. യു വോണ്ട് ട്രൈ? ഇവിടെ നല്ല മീനൊക്കെ ചുട്ട് ഉണക്കി കൊടുക്കുന്നുണ്ട്. ആളുകളെല്ലാം ഭയങ്കര ക്യാമറ ഫ്രണ്ട്ലി ആണ് കേട്ടോ. എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ അവർ ഓക്കെയാണ്. എൻ്റെ അടുത്ത് ഹായ് ഒക്കെ പറയും. ഇവിടെ ഒരു നല്ലൊരു വെജിറ്റബിൾ മാർക്കറ്റൊക്കെയാണിത്. വെജിറ്റബിൾസ്, ഉള്ളി, സവാള അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഇവിടെ ഫുഡ് ഐറ്റംസ്, റെഡി ടു ഈറ്റ് ഫുഡുകളാണ് കേട്ടോ. അതായത് മൈക്രോവേവിലിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി. ഇതൊക്കെ എന്ത് ഐറ്റംസ് വന്നോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വെജിറ്റബിൾസ് സംഭവമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഇതാണ് കേട്ടോ ഫുഡ്. പോർക്കിൻ്റെ എന്തോ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഞാൻ കണ്ടത്. ഇവിടെ എല്ലായിടത്തും ഇവിടെയും സ്കാനർ ഉപയോഗിക്കും കേട്ടോ. പല ആളുകളും സ്കാനർ ഉപയോഗിച്ചിട്ട് പേ ചെയ്യും. ഇവിടെ വേറെ എന്തൊക്കെയാണ്? ഇവിടെ എന്താ വിൽക്കുന്നത്? ഇവിടെ റൈസും ഇവിടെ നമ്മൾ ബീഫ് നൂഡിൽസ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഇത് ഓർഗൻസ് ആണ്. ഇത് ഓർഗൻ, പിന്നെ അത് മീറ്റ് ബോൾസ്. ഇത് നമുക്ക് ചൂസ് ചെയ്യാം. ഇതിന് വരുന്നതെന്ന് പറയുമ്പോൾ ഒന്നിനെന്ന് പറയുമ്പോൾ ഒരു 100, 120 രൂപ, 130 രൂപയൊക്കെ അടുപ്പിച്ചാണ് വരുന്നത്. കണ്ടില്ലേ, ഇവിടെ സ്ട്രീറ്റിൽ ആളുകൾ കഴിക്കുന്നുണ്ട്. നമ്മളടുത്ത് ബീഫിന്റെ ബ്ലഡൊക്കെ ഇടട്ടെ എന്നൊക്കെ ചോദിച്ചു. ബ്ലഡ് കേട്ടോ. ബ്ലഡൊന്നും തൽക്കാലം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പകരം അവർ സോയ എന്തോ ഇടും. ഇതെന്താ ഇവര് ഐസ് കൊണ്ടുവരാണല്ലോ, വെള്ളം കുടിക്കാനാണെന്ന് തോന്നുന്നു. തണുത്ത വെള്ളം. തായ്ലൻഡ്. നമ്മളിവിടെ ഓംപ്ലേറ്റ് റൈസും പിന്നെ അതാണ്ട് ബീഫ് നൂഡിൽസും വാങ്ങിച്ചിട്ടുണ്ട്. എങ്ങനെയാന്ന് നോക്കട്ടെ. ഇത് നമ്മൾ ചില്ലി സോസും ഇതും ഓംപ്ലേറ്റിന്റെ മുഖത്ത് ഇട്ടു. എന്നിട്ട് അതിങ്ങനെ കഴിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ നൂഡിൽസ് എടുത്ത് ഈ സൂപ്പിലിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. അടിപൊളി കേട്ടോ. ബീഫ് നൂഡിൽസ് നല്ല അടിപൊളി ടേസ്റ്റ്, ഭയങ്കര അടിപൊളി. ഇത് ഇവിടുത്തെ വേറൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. വാട്ട് ഈസ് പക്കപ്പാവ്. ഇതിന് 50 രൂപ അടുപ്പിച്ച് പക്കപ്പാവ്. പക്കപ്പാവ് ഇത് പോർക്കും റൈസും ഉള്ളത്. ഇത് ചിക്കനും റൈസും വേണമെങ്കിൽ നമുക്ക് ആക്കാവുന്നതാണ്. പക്കപ്പാവ്. ദിസ് ഈസ് തായ്ലൻഡ് ഫുഡ്. നമുക്ക് അണ്ടയും വെക്കാം കേട്ടോ. മുട്ടയും വേണമെങ്കിൽ വെക്കാം. നമ്മൾ ഗല്ലികളിലൂടെ കയറി ഒരു സൈക്കിൾ യാത്ര നടത്തുവാണ്. എൻ്റെ അമ്മോ, ഫുള്ള് ചെറിയ ചെറിയ വഴികളാണ്. കണ്ടില്ലേ, ആകെ ഒരു ബൈക്ക് മാത്രമേ പോളൂ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ സൈക്കിൾ ഓടിച്ച് കളിക്കാൻ. നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒരു ചൈനീസ് സെമെട്രിയിലോട്ടാണ് കേട്ടോ. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു വലിയൊരു കേന്ദ്രം പോലെ തോന്നുന്നുണ്ട്. ചൈനീസ് സിമെട്രിയാണ് കേട്ടോ. അതായത് ഇവരുടെ മരിച്ച ശവ അങ്ങനെ അടക്കുന്ന സംഭവങ്ങളാണ് ഈ കാണുന്നത്. ഇതാ കണ്ടില്ലേ, ഈ കാണുന്ന എല്ലാം സിമെട്രീസ് ആണ് കേട്ടോ. ഇതാണ് കേട്ടോ ചൈനീസ് സിമെട്രി. Where is their dead body? That part? Yeah, that grass. They put that part, their body down. And here is the name information. It's same like Muslim people. Yeah, but they have like something like this, like 10,000 more. Oh, okay. കണ്ടില്ലേ, കുറച്ച് അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഇതാണെന്ന് പറയാൻ വേണമെങ്കിൽ. ഈ കാണുന്ന ഏരിയ കുറച്ച് എന്താ പറയുക ആളുകൾക്ക് പേടിയുള്ള സ്ഥലമെന്നാണ് കേട്ടോ ഇവർ പറയുന്നത്. ഇവിടെ നല്ല കുറച്ച് പബ്ലിക്കായിട്ട് ജിമ്മിന് വേണ്ടിയുള്ള ഒരു സ്ഥലവും ആളുകൾക്ക് ഓടാനുള്ള ഇതും. പിന്നെ അവിടെ എന്തോ കിക്ക് ബോക്സിങ്, തായ്ക്കൊണ്ടോ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അവിടെ കുറെ കുട്ടികളൊക്കെ കണ്ടില്ലേ, കറക്റ്റ് ഒരു ഭൂതത്തിന്റെ ഒരു ഫീലാണ് കേട്ടോ ഇവിടെ വന്നപ്പോ തന്നെ. ഇതാണ് കേട്ടോ നമ്മുടെ തായ് ബോക്സിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ വൈകിട്ട് 4 മണി തൊട്ട് 8 മണി വരെ എല്ലാ വെള്ളിയാഴ്ചയും ബാർബർ ഷോപ്പ് ഫ്രീ ആണ്. It's for everyone? Yeah, but I never tried. I don't know. Free barber cut. ഇവിടെ ദാണ്ട് ജിമ്മൊക്കെയാണ് കേട്ടോ. ജിമ്മും ദാണ്ട് അവിടെ അടി കുസ്തിയൊക്കെയാണ്. ആ കാണുന്ന ലൈറ്റ് ഇട്ടയ്ക്കുന്ന ഇവിടുത്തെ വേറൊരു പ്രധാനപ്പെട്ട ആളാണ്. അത് ആരുടെ എന്തോ കേട്ടോ. പുള്ളിക്കാരൻ്റെ ഭയങ്കര ജൈൻ്റ് ആയിട്ടുള്ള ഒരു ശവകുടീരമാണല്ലോ.
ലൈറ്റൊക്കെ ഇട്ട് കളർ ഇട്ട് അതിൻ്റെ അടുത്തൊരു പൂവൻ കോഴിയുണ്ട്. പുള്ളിക്കാരൻ പണ്ടത്തെ പൂവൻ കോഴിയാണോ എന്തോ കേട്ടോ. അതോ ഇവിടെ എന്താ പുള്ളിക്കാരൻ എന്താ ശവകുടീരങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നേ? ഇതാണ് കേട്ടോ എൻ്റെ അമ്മ കറക്റ്റ് ഒരു പ്രേതാലയം കണ്ടില്ലേ? ചൈനീസ് പ്രേതാലയം. നമ്മള് പള്ളി മുറ്റത്തൊക്കെ കണ്ടിട്ടില്ലേ കബറടക്കവും പിന്നെ നമ്മുടെ ക്രിസ്ത്യൻ പള്ളിയുടെ ഇതാണ് ചൈനീസ് പ്രേതാലയം. എങ്ങനെയുണ്ട്? കഴിഞ്ഞ 10-20 വർഷങ്ങൾക്ക് ശേഷം ഉള്ളിലാണ് ഇത് തുറന്നത്. അതിനു മുമ്പ് ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന എന്താ പറയുക തൻ്റെ തൂമ്പുകൾ മാത്രമായിരുന്നു. കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? ഫുള്ള് വാഴ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പുല്ല് പിടിച്ച് കിടക്കുക. എനിക്ക് തോന്നുന്നു ഇത് പഴയ എന്താ പറയുക ആളുകളാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഇവരുടെ ഈ മതത്തിൽ ബുദ്ധമതത്തിൽ ഇങ്ങനെ ഇവരാക്കുകയൊന്നുമില്ല. ഇവർ കത്തിച്ചിട്ട് അതിൻ്റെ ഇതെടുത്ത് വെക്കുന്നതാണ്. കണ്ടില്ലേ? നല്ല വലിയ നീളമുള്ള ടോമ്പുകളാണ്. കറക്റ്റ് നമ്മുടെ എന്താ പറയുക ഇത് പൊക്കത്തിലാണെന്നേ ഉള്ളൂ. കറക്റ്റ് മുസ്ലിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ. പക്ഷെ ഇത് പൊക്കത്തിലാണ്. നമ്മൾ രാത്രി അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുന്നത്. അല്ലാ അല്ലാ അല്ലാ. ഇവിടെ ഫുള്ള് കൂടെ ഉള്ള ആള് പേടിച്ച് ദൂരെ ഇരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം നമ്മുടെ ഫ്രീ ജിമ്മാണ് കേട്ടോ. കണ്ടില്ലേ? ഇതെല്ലാം പല ആളുകൾക്ക് വന്നിട്ട് ഇവിടെ തന്നെ വന്നിട്ട് എന്താ പറയുക ഫ്രീ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ കാര്യങ്ങളോ അങ്ങനെ ചെയ്യാം. ഇത് പരിപാലിക്കുന്നതിനായിട്ട് ആളുകളൊക്കെ ഉണ്ട്. കണ്ടില്ലേ? അത് കൊള്ളാം കേട്ടോ. അടിപൊളി പരിപാടി. ഈ കാണുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ ടെമ്പിളാണ് കേട്ടോ. അതാണ്ട് വിഷ്ണു ദൈവത്തിൻ്റെ ടെമ്പിളാണ്. വിഷ്ണു ടെമ്പിളാണ് കേട്ടോ ഈ കാണുന്നത്. അതാണ്ട് അകത്ത് നല്ല ലൈറ്റൊക്കെ ഇട്ട് ഇവിടെ തായ്ലൻഡിൻ്റെ കൊടിയും ഇന്ത്യയുടെ കൊടിയൊക്കെ അതാണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും. നാളെ രാവിലെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ടോപ്സ് സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ കുറച്ച് സംഭവങ്ങൾ പാലൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഓട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ. ഇവിടെ ഞാൻ വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ ചക്കക്കുരു അതാണ്ട് ആകെ 150 ഗ്രാമിന് 175 ബാത്ത്, അതായത് 480 രൂപ കേട്ടോ. 2-3 ചക്കക്കുരുവിൻ്റെ വിലയാണ്. കണ്ടില്ലേ? ഇത് പ്രൊഡക്റ്റ് ഓഫ് യൂസ് ആണ് കേട്ടോ. അടുത്ത ദിവസം രാവിലെ ഞാൻ എണീച്ചു. നമ്മൾ ചൈനീസ് എംബസിയിലോട്ട് പോവാണ്. ചൈനയിലൊക്കെ പോകേണ്ടതാണ്. അപ്പോൾ എക്കയുടെ ഒരു ട്രാവൽ പെർമിറ്റാണ്. അതായത് തായ്വാൻകാർക്ക് ചൈനയിൽ പോകണമെങ്കിൽ അവർക്ക് വിസ വേണ്ട. അതിന് പകരം ചൈനീസ് ട്രാവൽ പെർമിറ്റ് വേണം. നമുക്ക് വിസ വേണം. അപ്പോൾ അതിൽ അവർ തായ്വാൻകാർ അവർ ചൈനക്കാരാണെന്ന് അംഗീകരിക്കണം. എന്നാൽ അവർക്കൊരു ട്രാവൽ പെർമിറ്റ് കിട്ടും. ഇവിടെ വന്നപ്പം വെറും 20 ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 50 രൂപയ്ക്കാണ് ഈ ഒരു ഡ്രസ്സ് വിൽക്കുന്നത്. ഇവർ മോഷ്ടിച്ചുകൊണ്ട് തന്നെ വരുന്നത്. 50 രൂപയ്ക്ക് ഡ്രസ്സോ? തായ്ലൻഡിൽ നിന്ന് 50 രൂപയ്ക്ക് ഞാൻ ഒരു ക്ലോത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടാണ് മനസ്സിലാക്കിയത് ഞാൻ എന്തിനാണ് വാങ്ങിച്ചത്. എൻ്റെ അടുത്ത് ധാരാളം ഡ്രസ്സുണ്ട്. 3 ടീഷർട്ടുണ്ട് കേട്ടോ. 3 ടീഷർട്ടും ഒരു മറ്റേ മഞ്ഞ ഡ്രസ്സുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് വാങ്ങിച്ചാൽ 4 ഡ്രസ്സുണ്ട്. അപ്പോൾ അത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഈ 4 ഡ്രസ്സിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കളഞ്ഞാൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റൂ. നമ്മുടെ തിരുവനന്തപുരത്തുള്ള പാർവതി പുത്തനാറ് പോലത്തെ ഉള്ള ഒരു കറുത്തൊരു റിവറാണ് കേട്ടോ. പക്ഷേ ഈ സൈഡ് വാക്കും ഇതൊക്കെ വെച്ച് അത് മനോഹരമാക്കിയിരിക്കുകയാണ്. വെള്ളത്തിൽ വലിയ വൃത്തിയില്ലെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ. ആ പൂക്കളൊക്കെ ഇരിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട്. നമ്മളിനി കുറച്ച് നടക്കണം. എന്നിട്ട് മാത്രം നമുക്ക് മെട്രോ കയറി പോകാനേ പറ്റുള്ളൂ. ഇവിടെ നടക്കുന്നതും ബസ്സിൽ പോകുന്നതും തുല്യമാണ് ഈ ട്രാഫിക് കാരണം. കണ്ടില്ലേ? മനോഹരമായിട്ട് ഇവിടെ അവർക്ക് 2-3 ചെറിയ ബോട്ടൊക്കെ ഇട്ടാൽ നല്ല രസമായിരിക്കും കേട്ടോ. ടൂറിസത്തിന് തുഴഞ്ഞ് കളിക്കാം. നമ്മളിനി താഴോട്ട് പോവാണ്. എൻ്റെ വെയിൽ വിചാരിച്ച പോലെയല്ല. രാവിലെ അല്ല ഉച്ചയിൽ വെയിലടിക്കുവാണ്. രാവിലെ നമ്മളിവിടെ ചെറിയൊരു മാർക്കറ്റിലൂടെയൊക്കെയാണ് നടന്നു പോകുന്നത്. ഫുള്ള് നല്ല തിക്ക് തിരക്കാണ്. ഈ ഓഫീസിൽ പോകുന്നവരും മറ്റുള്ളവരൊക്കെ ഭക്ഷണം വാങ്ങാൻ വരുന്നതും പിന്നെ രാവിലെ ഇങ്ങനെ ഫ്രൂട്ട്സ് സംഭവങ്ങളൊക്കെ വാങ്ങാൻ വരുന്ന ആളുകളുടെ തിരക്കൊക്കെയാണ്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഇടുങ്ങിയ ഇതാണ്. ഇവിടെ ക്ലോത്തുകൾക്കും ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ വില കുറവാണെന്ന് തോന്നുന്നു. ഇവിടെ കണ്ടില്ലേ? ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. വിൻഡ്സ് ഓഫ് പ്രൈഡ് എന്നും പറഞ്ഞുള്ള ഒരു ജൂൺ മാസം ഇവിടെ തായ്ലൻഡിലെ LGBTQ കമ്മ്യൂണിറ്റി, അതായത് ട്രാൻസ്, ഗേ, ലെസ്ബിയൻ അങ്ങനെയുള്ള വിഭാഗത്തിന് വേണ്ടിയുള്ളതാണെന്ന് തോന്നുന്നു. കണ്ടേ പാക് സിലോം വിൻഡ്സ് ഓഫ് പ്രൈഡ് കണ്ടില്ലേ? ഇവിടെ ധാരാളം തായ്ലൻഡിലെന്ന് പറയുമ്പോൾ LGBTQ വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്. ഇത് തകർക്കുമെന്ന് നോക്കാനായിരിക്കും ഇവിടെ സെക്യൂരിറ്റി തന്നെ അതിനുവേണ്ടി നിൽപ്പുണ്ട്. തായ്ലൻഡിൽ ഇവിടെ ബാങ്കോക്കിൽ മെട്രോ മാത്രമല്ല, ഇവിടെ നമ്മുടെ ഇതുണ്ട് കേട്ടോ. നമ്മുടെ സബ്വേ ട്രെയിൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സബ്വേ ട്രെയിൻസിലോട്ടാണ് പോകുന്നത്.
ഇവിടെ നമുക്ക് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ, പിന്നെ അതാണ്ട് ഈ കാണുന്ന ഭാഗത്തൂടെയാണ് നമുക്ക് എൻ്റർ ചെയ്ത് പോവേണ്ടത്. നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇത് താണ്ട് അവിടെ നമുക്ക് ടാപ്പ് ചെയ്ത് പോയാൽ മാത്രം മതി. ഡെയിലി കാർഡൊക്കെ ഉണ്ട്, പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ പബ്ലിക് ട്രാൻസ്പോർട്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ്. വരുന്നില്ലല്ലോ ടാപ്പ് കാർഡ്. മാത്രമല്ല നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് പോകാൻ കഴിയും. നല്ല അടിപൊളി കേട്ടോ. ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ട് സബ്വേ നോക്കട്ടെ. നമ്മുടെ മെട്രോയുടെ അകത്ത് ഈ കാണുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ മെട്രോൻ്റെ അകത്തുള്ള ഭാഗം. ഈ കാണുന്ന മെട്രോ ഇവിടം വരെ മാത്രമേ പോവുള്ളൂ. നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. മെട്രോ പോലെ തന്നെയാണ്, പക്ഷേ ഇതിന് സബ്വേ ആണ് കേട്ടോ. ഇത് ഇവിടുത്തെ സബ്വേ ആണ്, മെട്രോ അല്ല. അപ്പോൾ നമ്മളിനി തിരിച്ച് നമ്മൾ നേരെ നടന്നിട്ട് ചൈനീസ് എംബസിയിലോട്ട് പോവാം. എല്ലായിടത്തും നമ്മുടെ LGBTQ പ്രൈഡ് അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ കണ്ടില്ല, അതിൻ്റെ ഒരു വലിയൊരു ഫ്ലാഗൊക്കെ ഇട്ടിട്ട്, കുറേ ഫ്ലാഗൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു മാർക്കറ്റ് പോലെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇവിടെ ധാരാളം ഇങ്ങനെ ലേഡി ബോയ്സ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതായത് അവർ പെൺകുട്ടികളെ പോലെ നടക്കും, പക്ഷെ ആൺകുട്ടികളാണ്. അങ്ങനെയൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. ഇതിൽ എല്ലായിടത്തും LGBTQ. നമ്മളിനി 4-5 ദിവസം ഇവിടെ തന്നെ കാണണം. ഇവിടെ ഈ ഓട്ടോകൾ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനത്തെ ഓട്ടോകൾ കാണാൻ ഇവിടുത്തെ നമ്മൾ ചൈനീസ് ട്രാവൽ പെർമിറ്റിന് അപ്ലൈ ചെയ്തു. ഞാനല്ല, എനിക്ക് ഓൾറെഡി ചൈനയുടെ വിസ ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് ലാവോസിൽ നിന്ന് ചൈനയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എക്കയ്ക്ക് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ട്രാവൽ പെർമിറ്റ് വേണം, അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വിദേശികൾക്ക് ഇവിടെ തായ്ലൻഡിൽ വന്നാലും ചൈനയുടെ വിസ അപ്ലൈ ചെയ്യാൻ കഴിയും. ഇവിടെ ചൈനീസ് വിസ സെൻ്റർ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഡൽഹിയിൽ പോയ ചൈനീസ് വിസ സെൻ്റർ ഉണ്ട്. അവിടെ നമ്മുടെ ITR പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അതൊക്കെ കൊടുത്താൽ നമുക്ക് വിസ കിട്ടും. ഇവിടെ ഭക്ഷണത്തിന് വേണ്ടി നമ്മളൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റിലോട്ട് വന്നതാണ്. താങ്ക് യു സമക്, താങ്ക് യു. ഇവിടെ ട്രാൻസ്ലേഷന് വേണ്ടി അവരെ വിളിച്ചതാണ് കേട്ടോ. ഭയങ്കര പാടാണ് കേട്ടോ ഇവിടെ ഭാഷ. തായ്ലൻഡിൽ എന്നാലും ബാങ്കോക്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുറേ പേര് അറിയാം. കണ്ടില്ലേ, ഇത് നമ്മളിവിടെ റൈസും മറ്റേ മീൻ കുട്ടയിലിട്ട് തന്ന പോലത്തെ ഇതൊന്നും ഇത് ഫിഷാണ് കേട്ടോ. ഇത് നമ്മുടെ പ്രോൺസ്. ആക്ച്വലി ദിസ് ഈസ് പ്രോൺസും 2 മീനും. എൻ്റെ അടുത്ത് വീട്ടിൽ ഞാൻ വാങ്ങിച്ച ക്യാൻ ബിജിൽസ് ഉണ്ട്, അതും കൂടെ ഇട്ട് റൈസ് കഴിക്കാൻ വേണ്ടി പോകണം ഉച്ച ഭക്ഷണം. റൈസിന് വന്നിട്ട് 25 രൂപയാണ് ഒരു പാക്കറ്റ് വരുന്നത്. ഇത് വന്നിട്ട് 200 രൂപ അടുപ്പിച്ചുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ല, ഇങ്ങനെ ധാരാളം തുണി ഇങ്ങനെ അടുക്കി ഇട്ടേക്കുന്ന. ഇതെന്ന് പറയുമ്പോൾ തായ്ലൻഡിൽ ബാങ്കോക്കിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഇതുപോലെ ഇങ്ങനെ നിരത്തുകളിൽ നമുക്ക് വാഷിംഗ് മെഷീൻ കാണും. 40 ബാത്ത് 30 ബാത്ത്. 40 ബാത്തിന് നമ്മൾ എത്ര തുണി നമുക്ക് ഇടാൻ പറ്റും അത്ര ഇട്ടിട്ട് നമുക്ക് കഴുകി എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ 30 ബാത്ത്. അതുകൊണ്ട് ഇവിടെയൊക്കെ നമുക്കിങ്ങനെ പല സ്ഥലത്തും കാണാൻ സാധിക്കും കേട്ടോ. റോഡിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആളുകൾക്ക് വന്നിട്ട് സ്വന്തമായിട്ട് തന്നെ അവർക്ക് കോയിനിട്ട് പൈസ ഇട്ടിട്ട് എന്താ പറയുക, തുണി വൃത്തിയാക്കി എടുത്തുകൊണ്ട് പോകാം. അങ്ങനത്തെ സെറ്റപ്പാണ് കേട്ടോ. ഇതാ കണ്ടോ, 24 വാഷ്, 24 മണിക്കൂർ ഉള്ള വാഷാണ്. കണ്ടില്ലേ, വാഷിംഗ് മെഷീൻ അടുക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെയും കുറേ വാഷിംഗ് മെഷീൻ. ഈ സംഭവം നല്ല സെറ്റപ്പാണ് കേട്ടോ. വരുന്ന ട്രാവലേഴ്സിനൊക്കെ അധികം നമ്മൾ ഭയങ്കര ലോണ്ടറി ചാർജ് ആവില്ല. അത്യാവശ്യം ചീപ്പാണ് കണ്ടിട്ട്. കണ്ടില്ലേ, വീട്ടിൽ വന്ന നമ്മളെ ഫ്ലാറ്റിൻ്റെ അടിയിൽ തന്നെ നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഡ്രയർ മെഷീനാണ്. പിന്നെ താണ്ടേ ഇവിടെ എല്ലാം ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തുണിയൊക്കെ ആൾക്കാർ വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതിന് 40 രൂപ. ആ വലുതിന് 40 എന്ന് പറയുമ്പം 100 രൂപ അടുപ്പിച്ച് വരും. ഇതിനെന്ന് പറയുമ്പോൾ 20 കേട്ടോ. 20 എന്ന് പറയുമ്പം 50 രൂപയാണ്. ബാങ്കോക്കിൽ 4 ദിവസമായി. അതിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല സത്യത്തിൽ. കുറേ ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഒരു സ്ട്രീറ്റിൽ പോയായിരുന്നു. റെഡ് ലൈറ്റ് ഏരിയ ഫുള്ള് എന്താ പറയുക, പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അതായത് സെക്സ് ടൂറിസം, വ്യഭിചാര ടൂറിസം ഭയങ്കര കൂടുതലാണ് തായ്ലൻഡിന്റെ പ്രധാന ഒരു വരുമാനം വ്യഭിചാര ടൂറിസം ആണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു റെഡ് സ്ട്രീറ്റിൽ ഫുള്ളിങ്ങനെ എന്താ പറയുക, കസേര ഇട്ട് ഇങ്ങനെ ഒരു റോഡ് ഫുള്ള് അത്രയ്ക്ക് ആൾക്കാരാണ്. നമ്മൾ രണ്ടുപേരും പോയിരുന്നു. How was the red light area? It's called Kaprao, this one. Kaprao? Yeah. Which one is Kaprao? This soup? This one? No. Yeah, this one. The leaf we call നമ്മളെ തുളസിയിലയാണ് കേട്ടോ. തുളസിയില വെച്ച് നമ്മളൊരു ആഹാരം ഉണ്ടാക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, തുളസിയില വെച്ച് ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ കുറച്ച് പുറത്ത് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്യാണ്. ജസ്റ്റ് ഇതൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടില് തുളസിയില വെച്ച് ആഹാരം ഉണ്ടാക്കില്ലല്ലോ, ഇവിടെ ഉണ്ടാക്കും. കഴിഞ്ഞിട്ട് നമ്മള് പക്കാപ്പോ. ബ്രോ, വാട്ട് ഈസ് ദിസ്? Yeah, this is Pakapao. ചുമച്ച് ചാവും പക്കാപ്പോ. ചിക്കനാണ്. സാധാരണ പോർക്ക് വെച്ചാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് വേണ്ടി മാത്രം ചിക്കൻ വെച്ച്. കൊറേ മുളവിട്ട് കേട്ടോ. തന്നെ മുട്ട. The sauce is fish sauce, oyster sauce and 2 soya sauce.
സോയാ സോസ്, ഓയിസ്റ്റർ സോസ്, ഫിഷ് fish സോസ്, sauce. അതും കൂടെ Good, right? ഛർദ്ദിക്കാൻ പറഞ്ഞു കേട്ടോ. Oh, it looks nice, dog. തായ്ലാൻഡിൽ വന്നിട്ട് ഒരു മസാജ് ചെയ്യാതെ പോകുന്ന എങ്ങനെയാ, അതുകൊണ്ട് ഒരു മസാജ് ചെയ്യുവാണ് കേട്ടോ. ഹെക്കാസു മസാജ് ചെയ്യാണ്. Is that? Come to a little bit hurt. ഫുൾ ബോഡി മസാജ് ആണ് കേട്ടോ ഹെക്കാസു ചെയ്യുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ് ഞാനും ചെയ്യാൻ വേണ്ടി പോവാണ് ഫുട്ബോൾ. അവർ കാലും കൈയെല്ലാം ഉടച്ച് നേരെയാക്കി തരും. Superstar เราอะ superstar Superstar. How you feel? ใช่ไหม Cool. คือแบบตั้งแต่ This is good. แต่เอานานแล้วนะ പിഴിഞ്ഞെടുക്കും. แต่มานอนแล้วเอาเขาใส่ให้มันแน่นหรือเปล่าไม่รู้แต่อย่างเดียวอะตลาดใกล้ไกลเดินไม่ไหวค่ะ รถไม่ค่อยมีแต่รถบ้านตายเนี่ยตายเนี่ย What is this? You feel hurt? You feel hurt? You feel hurt? Say something. You feel hurt? What is it? แกล้งกันดิตายแน่ตายแน่วันเราทำไงอ่ะ Why? Problem, ma. Right? Problem. now okay pain Now better, right? Better. You enjoy? You enjoy? ആക്ച്വലി തായ് മസാജ് ഇങ്ങനത്തെ മസാജ് ആക്ച്വലി വർഷത്തിലല്ല ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം എടുത്തിരിക്കുന്നത് നല്ലതാണ്. കാരണം ചില ഭാഗത്തൊക്കെ എന്റെ ബാഗ് തൂക്കി ഇങ്ങനെ എയർ ബബിൾസ് ഒക്കെ ഇങ്ങനെ കുറെ ഉണ്ട്. അതൊക്കെ അവര് പൊട്ടിച്ചു വിട്ടു. സത്യത്തിൽ നല്ലതാണ്. ഓഫ് അവര് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. തായ് മസാജ് പഠിപ്പിക്കുന്നുണ്ട് ഈ പുള്ളിക്കാരി. ബട്ട് ഓൾഡ് ലേഡി നോട്ട് യങ് ലേഡി. ദിസ് ഈസ് ഓൾഡ് ലേഡി. And good, and good. I am only 23. I am only 23. เขาบอกเขา23 23 yeah. my son Yeah 30 30นะ പുള്ളിക്കാരിയുടെ മോൾക്ക് 30 വയസ്സാണ് കേട്ടോ. സോറി മകന്. മാമാเนี่ย You- Yeah. പുള്ളിക്കാരിയുടെ പീഡിപ്പിക്കാണോ? Don't പീഡിപ്പിക്കില്ലോ.มา Don't. Young lady okay. Old lady no. Old lady no. โอเคมาม่าหยอกไม่เป็นไรหรอกอ้าวยังจะเรียกหายังเลดี้อีกเหรอ No, it's SM. เนี่ยรู้สึกว่าจะสบายไปแล้วไหนบอกว่าจะไม่นวดไง ก็ต้องลองซ่า ไหนบอกจะไม่นวดไงอร่อยไหม You have to be so happy because you did massage to celebrity. You are privileged. You are very privileged. ทำไมนะ เขาบอกว่าเดี๋ยวว่า He say you should feel She should happy. be very privileged, you know, because she did to celebrate, you เขาดี know. ใจมากได้เป็นซุปเปอร์สตาร์ She even touch here. You touch your boobs to superstar. อ่าแย่ไอ้ทานเลย ഈ കാണുന്നതാണ് What is this book? Bell fruit Bear fruit. Bird fruit spelling B-E? B-A-R-L. BAEL B-E-A-L. Bird fruit എന്ന് പറഞ്ഞ എന്തോ ഒരു ഫ്രൂട്ടിന്റെ ഇതാണ് കേട്ടോ.ดีใจมากเลยได้จับหัวนมซุปเปอร์สตาร์ കൊള്ളാം. It's good. คนติดตามเกือบล้านคนเลย കൊള്ളാം കേട്ടോ. അപ്പൊ എന്തായാലും สนุกอะฮะ തായ് മസാജ് ചെയ്യുന്നവർ ഈ സ്ഥലത്ത് വന്നാൽ ഞാൻ ലൊക്കേഷൻ നിങ്ങൾ പുറത്തൊന്ന് കാണിച്ചുതരാം.
ആന്റിയുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി, മാഹിന്റെ പേര് പറഞ്ഞാൽ മതി. നല്ല അടിപൊളിയായിട്ട് നല്ല എന്തെങ്കിലും ചതവോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവര് സർട്ടിഫൈഡ് ആളാണ്. അവര് ചെയ്തു തരും. പ്രൊമോഷൻ സോ നോ മണി ഫ്രീ Only old lady. but problem is this is very old. my mother no young lady, my mother. അപ്പൊ ചായ കുടിക്കട്ടെ. ബൈ ബൈ, താങ്ക് യു. കപ്പടോക്കിയ. ഇതാണ് കേട്ടോ ഇവരുടെ സ്ഥലം. Yeah, good. Yes. Bro, which place is this, bro? Thank you, bye. Which place is this, bro? It has no on the map. Oh, no not on the Google map, but you can check this one. This one has on the Google map. S2S, this one. S2S Express. Yeah. ആർക്കെങ്കിലും വരണമെങ്കിൽ ഇവിടെ വരാം. പിന്നെ ധാരാളം മസാജുകൾ സത്യത്തിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ വരണമെന്നൊന്നുമില്ല, ധാരാളം വേറെ ഇതുണ്ട്. പക്ഷെ ഇവിടെ 250 ഉള്ളൂ. 250 എന്ന് പറയുമ്പോൾ നാട്ടിലെ ഒരു 600-650 രൂപയുടെ അകത്താവും. പക്ഷെ ബാക്കി എല്ലാ സ്ഥലത്തും ഭയങ്കര എക്സ്പെൻസീവ് ആണ്, കാരണം ഇത് ടൂറിസ്റ്റിക് ഏരിയ അല്ല. യെസ്, അങ്ങനെ മസാജൊക്കെ കഴിഞ്ഞു. ഇത് അടുത്ത വീഡിയോയിലാണ് ഞാൻ എൻഡിങ് എടുക്കുന്നത്. ഞാൻ 4 ദിവസത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ചുരുക്കി കൂട്ടി 40 മിനിറ്റ് ആക്കി തന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മസാജിങ് കഴിഞ്ഞു, പിന്നെ വീട്ടിൽ പോയി. പിന്നെ അടുത്ത ദിവസം ഒന്നും ചെയ്തില്ല, പിന്നെ വെറുതെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ.